നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താനും മറക്കരുത്. നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മൾ കാണുന്ന അലീനയും മനുഷ്യങ്ങളും ഫോൺ വിളിക്കുകയാണ്. ആ സമയത്ത് അലീന മനുഷ്യങ്ങളോട് പറഞ്ഞു, എനിക്കിനി ഇവിടെ നിൽക്കണ്ട, ഈ പാലായപ്പോൾ നിൽക്കണ്ട, ഇവിടുന്ന് എങ്ങനെയായിരുന്നു പോയാ മതി. അത് കേട്ടപ്പോൾ മനുഷ്യങ്ങൾ പറഞ്ഞു, എന്താ അലീന ഇത്ര ഇവിടുന്ന് പാലം തന്നെ മടുത്തു പോയോ? അതല്ല മനുവേട്ട, എനിക്കിവിടെ നിൽക്കാൻ തോന്നില്ല. അതെന്താ, പാല മടുത്തു പോയതാണോ അതോ ഇനിയിപ്പം കടപ്പാട്ടൊരു വീട് മടുത്തു പോയതാണോ? എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ഒരു താല്പര്യം തോന്നില്ല. ഓ, ഒരു പക്ഷേ രോഹിത് ഹരിയൊക്കെ അങ്ങനെ പെരുമാറിയതുകൊണ്ടാണോ, ആ തിക്താനുഭവം ഉള്ളതുകൊണ്ടാണോ അല്ല എനിക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ട്? അങ്ങനെയും കൂട്ടിക്കോ. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഒരു വീടിന്റെ അന്തരീക്ഷം അല്ല ഉള്ളത്. വീടിന്റെ അന്തരീക്ഷം അല്ല ഉള്ളതെന്നോ? കാര്യം പറഞ്ഞ വലിയ വീടൊക്കെ ആയിരിക്കും മനുവേട്ട. ഈ വീടെന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ, കൂടുമ്പോ ഇമ്പുള്ള നല്ലേ കുടുംബം. ഇവിടെ പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. ഇത് കുറച്ച് കല്ലും മണ്ണും എല്ലാം വെച്ച് കെട്ടിപ്പൊക്കി ഒന്നാ. പക്ഷെ കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല ഒരിക്കലും. അവിടെ സ്നേഹം നിറയണം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. അതൊക്കെ ഞങ്ങള് കഴക്കൂട്ടത്ത് ഓർഫനേജ് അവിടെ ആയിരുന്നപ്പോ എന്ത് രസമായിരുന്നു അറിയാവോ. അവിടെ പൈസയ്ക്ക് മാത്രമേ കുറവുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടി ഞങ്ങൾ കോടീശ്വരന്മാരാ. അതെ, സ്നേഹത്തിന്റെ കാര്യത്തിലെ ഞങ്ങൾ കോടീശ്വരന്മാരാ. അവിടെ ഇങ്ങനെയൊന്നും അല്ല. പക്ഷെ ഈ വീട്ടിൽ അങ്ങനെയല്ല. അമ്മയും മകനും തമ്മിൽ മിണ്ടത്തില്ല, അച്ഛനും മകനും തമ്മിൽ മിണ്ടത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അവിടെ അങ്ങനെയല്ല. കഴക്കൂട്ടത്താണെങ്കിൽ അങ്ങനെ പരസ്പരം പിണങ്ങിയിരിക്കുന്ന സ്വഭാവമൊന്നുമില്ല. എല്ലാവരും എപ്പോഴും ഭയങ്കര സന്തോഷത്തില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഇവിടെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പരസ്പര സ്നേഹമോ വിശ്വാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഒരു വീട്ടിൽ കഴിയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ അത്ര ആൾക്കാരുടെ നടുവിൽ നിന്നും അത്ര സന്തോഷത്തോടെ സ്നേഹത്തോടെയും കൂടി വന്നതാ. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് ഇവിടെ പിടിച്ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ മനുവേട്ടാ. മനു പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് അലീന നിന്റെ വിഷമം എന്താന്ന്. പക്ഷെ ഇപ്പം നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം നടക്കണമെന്നൊരു നിർബന്ധമില്ല. അലീന പറഞ്ഞു, അതെ, അത് മാത്രമല്ല മനുവേട്ടൻ അറിയാലോ, എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടുന്ന് പോയാൽ മതി. ഇവിടെ നിൽക്കണം എന്നുള്ള പൂതിയൊക്കെ അങ്ങോട്ട് മാറി. അതിന്റെ ഇപ്പം അങ്ങനെ പറഞ്ഞേ, വേറെ എവിടെയെങ്കിലും പോയി ഞാൻ ജോലി ചെയ്ത് ജീവിച്ചോളാം. ഈ വീട്ടിൽ ഞാൻ ഇനി നിന്നാൽ ശരിയാവില്ല. അലീനയ്ക്ക് പേടിയാണോ ഇനിയിപ്പോ രോഹിതോ ഹരിയോ ഉപദ്രവിക്കാൻ വരുമോന്ന്? അങ്ങനെ പേടിയെന്ന് ചോദിച്ചാൽ എനിക്ക് രോഹിത്തിനെ ഹരിശങ്കറെ പേടിക്കേണ്ട കാര്യമില്ല. അവന്മാര് എന്നെ നേർക്ക് ചെറുപേരിൽ അനക്കാൻ വരില്ല. അനക്കാൻ വന്നാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ആ കാര്യത്തിൽ പേടിയില്ല. പക്ഷെ ഞാൻ ആകെപ്പാടെ എനിക്ക് മടുത്തു. എന്തോ ഒരു വീർപ്പുമുട്ട ഈ വീട്ടിൽ നിൽക്കുന്നിടത്തോളം സമയം. കാരണം വൈജയന്തി തൻ്റെ അമ്മയാണ്. അവർ തന്നെ ഇതിനായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ താൻ കാണാൻ പല പ്രശ്നങ്ങളും ഉണ്ടാവും. തൻ്റെ അമ്മയ്ക്കും അത് സങ്കടമാവും. വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? അതിനേക്കാളും വേഗം താൻ പോകുന്നതല്ലേ. തൻ്റെ പെറ്റമ്മ തന്നെ തന്നോട് പറയുകയും ചെയ്തു ഇവിടുന്ന് പോകാനായിട്ട്. അപ്പം അതുകൊണ്ട് മനുഷ്യങ്കനോട് ഈ കാര്യങ്ങളൊക്കെ അലീനെ പറയണേ. എല്ലാം കേട്ട് മനുഷ്യങ്കർ പറഞ്ഞു, അതെ തൽക്കാലത്തേക്ക് അവിടെ നിൽക്കുക. 2 ദിവസം കൂടെ ഞാൻ ബാലേന്ദ്ര സാറിനോട് ചോദിച്ചിട്ടുണ്ട് മനുവേട്ട, ഇവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാലേന്ദ്ര അങ്കിളിനോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പറഞ്ഞു കൊണ്ടുവന്ന്. എനിക്കിവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാ. അലീന എടുത്തടിച്ചൊരു തീരുമാനം എടുക്കണ്ട. ഞാനും കൂടെ വരട്ടെ, നമുക്ക് ആലോചിക്കാം. എവിടെ ഏത് നല്ലൊരു സ്ഥലത്ത് അങ്ങനെയാണ് നിന്നെ കൊണ്ടേയാക്കാം. നീ ഒരിടത്തേക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് പോകണ്ട. കാരണം മനുഷ്യങ്കറാണല്ലോ അലീനയുടെ കേറ്റേക്കർ. അലീനയ്ക്ക് എന്ത് സംഭവിച്ചാലും മനുഷ്യങ്കറാണ് ഉത്തരം പറയണ്ടേ. അപ്പൊ മനുഷ്യങ്കരുടെ അനുമതിയോട് കൂടിയിട്ട് ഇനി ഇവിടുന്ന് എവിടേക്കായാലും പോകാൻ പോലും പറ്റുള്ളൂ. അത് അലീനയ്ക്ക് നന്നായിട്ടറിയാം. അങ്ങനെ കോള് കട്ട് ചെയ്യുവാണ്. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് അലീന താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവൾ രോഹിത് അങ്ങോട്ട് കയറി വരുന്നേ. രോഹിത് അലീനയൊന്ന് രൂക്ഷമായിട്ട് നോക്കി. അലീനോട് പറഞ്ഞു, നീ എനിക്കിട്ട് പാര പണിതല്ലേ. പാരയോ? ഞാൻ എന്ത് പാര പണിയാനാ? വേണ്ടീ, നീ കൂടുതൽ കള്ളത്തോടൊന്നും പറയണ്ട. നീ എൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുത്തു ഞാൻ നിന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന്. നിന്റെ വയറ്റിൽ കത്രയെ കുത്തി കയറാൻ കാരണം ഞാനാന്ന്. സത്യമല്ലേടി പറഞ്ഞേ? ഉള്ള കാര്യമല്ലേ രോഹിത്തെ. ഇല്ലാത്ത ഞാൻ എന്തേലും പറഞ്ഞോ? ഇല്ലാത്ത ഒരു വാക്കെങ്കിലും ഞാൻ നിന്റെ അമ്മയോടോ അച്ഛനോടോ ആരോടെങ്കിലും പറഞ്ഞ് നീ ഒന്ന് പറ. അപ്പം നമുക്ക് ബാക്കി അറിയാം. എന്നാലും നിനക്ക് എങ്ങനെയാണ് ഒറ്റാൻ തോന്നിയിടി? ഇത് നല്ല കഥയായി. എല്ലാം നീയും ഹരിയും കൂടെ ചെയ്തു വെച്ചിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ എൻ്റെ തലയ്ക്കാണോ? വേണ്ടീ, ഈ രോഹിത്തിനെ ഉപദ്രവിച്ചാൽ എന്താന്ന് നീ മനസ്സിലാക്കിയിട്ടില്ല. എന്നെ ദേഷ്യം പിടിപ്പിച്ചിട്ട് നീ ഇവിടെ സൂചിച്ചു വാഴാന്ന് വിചാരിച്ചോ? ഒരിക്കലും ഇല്ലടി. അങ്ങനെ നിനക്ക് ഇവിടെ ഉയർച്ച ഉണ്ടാകത്തില്ല. നിനക്ക് ഇനി ഇവിടെ നിൽക്കാൻ പോലും പറ്റില്ല. നിന്നെ ഇവിടുന്ന് ഞാൻ അടിച്ചു പുറത്താക്കും. ഓ, അത്രയ്ക്ക് അഹങ്കാരമാണോ? അങ്ങനെയൊന്ന് കാണട്ടെ. ഇവിടുന്ന് പോണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. രോഹിത്തിനെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി. എടി, നിന്നെ ഞാൻ ഉണ്ടല്ലോ
എടി എന്നൊക്കെയുള്ള വിളി അത് ആദ്യം തന്നെ നിർത്ത്. നിന്റെ സംസ്കാരത്തിന് ചേർന്നല്ല രോഹിത്തെ. നിന്റെ അച്ഛനെ നീ കണ്ടു വളര്. ഇത് കേട്ട രോഹിത്തോട് എനിക്ക് മനസ്സിലാ കണ്ടു വളരാനായിട്ട്. ഞാൻ എന്നെ അമ്മയെ കണ്ടു പഠിച്ചോളാം. അതാ നീ ഇങ്ങനെ തലതിരിഞ്ഞു പോയത്. ഒരു കാര്യം ഞാൻ പറയാം, ഇനി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാനാ പ്ലാനെങ്കിൽ ദേ ഒരു തവണ നിന്നെ ഞാൻ വെറുതെ വിട്ടു. പക്ഷെ ഇനി അതേ ഉണ്ടാവത്തില്ല. ഇനി എന്താ ചെയ്യാൻ പോണെന്ന് എനിക്ക് പോലും അറിയില്ല. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണ് നിനക്കുള്ള രോഗത്തെ. അല്ലാതെ മുമ്പത്തെ പോലുള്ള പ്രശ്നങ്ങളൊക്കെ പോയി ചാടിയിട്ടുണ്ടെങ്കിൽ അതും ആ ഹരിശങ്കറെ കൂട്ടുപിടിച്ച് ഹരിശങ്കറുമായിട്ടുള്ള കൂട്ട് നിനക്ക് ചേരുന്നല്ലെന്ന് പറഞ്ഞല്ലേ. അതുകൊണ്ട് അങ്ങനെ എന്തേലും നിന്റെ പുറപ്പാണെങ്കിൽ ഇനി അത് നടക്കാൻ പോകുന്നില്ല. അത് പറഞ്ഞാൽ ലീന അങ്ങോട്ട് കയറിപ്പോയി. രോഹിത്തിന് നല്ല ദേഷ്യമായി. ഇവളാര് തന്നെ പഠിപ്പിക്കാനായിട്ട് വീട്ടു ജോലിക്കാരി എന്നൊരു ചിന്ത രോഹിത്തിന് മനസ്സിലുണ്ടായിരുന്നേ. അതേസമയം ബാലേന്ദ്രൻ നല്ല ടെൻഷനില്ല. ബാലേന്ദ്രന്റെ മനസ്സിലുണ്ട് രോഹിത് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. പാവം അലീന, അവൾ എത്രമാത്രം വേദനിച്ചു കാണും. അവളോട് സോറി പറയണം. ഇനിയിപ്പോൾ രോഹിത് പറയും തോന്നില്ല. രോഹിത്തിന് സ്ഥാനത്ത് നിന്ന് അവൻ്റെ അച്ഛനല്ലേ താന്. ആ പെൺകുട്ടിയോട് മാപ്പ് പറഞ്ഞാൽ മതിയാവുള്ളൂ. അങ്ങനെ ചില ചിന്തകളൊക്കെ ബാലേന്ദ്രന്റെ മനസ്സിലേക്കും വരുന്നുണ്ട്. പിന്നീട് അലീന അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നു. ആ സമയം അലീന പറഞ്ഞു, എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അലീന പറഞ്ഞു? അത് പിന്നെ എൻ്റെ അസുഖം ഭേദമായി കഴിയുമ്പോൾ മുറിവൊക്കെ ഒന്ന് സ്റ്റിച്ചൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ വേറെ എവിടെയെങ്കിലും എനിക്കൊരു വീട്ടിൽ വാങ്ങിത്തരണം. വേറെ വീട്ടിൽ വാങ്ങിത്തരാനോ? അതെ, എനിക്കൊന്നും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എന്താ അലീന നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ഇവിടെ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതുകൊണ്ടല്ല, എനിക്ക് ഇവിടുന്ന് പോയാൽ മതിയാവുള്ളൂ. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. വേറെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. നല്ലൊരു ജോലി, വീട്ടുജോലി ആണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. ബാലേന്ദ്രൻ പറഞ്ഞു, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. പിന്നെ എനിക്ക് നീ ഒരിടത്തേക്കും പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. നീ ഇവിടെ തന്നെ നിൽക്കുന്ന എൻ്റെ സന്തോഷം. നിനക്ക് പോകണം നിർബന്ധമാണോ? പോവാതിരിക്കാൻ പറ്റില്ല സാറേ. ഞാനിവിടെ നിന്ന് ശരിയാവില്ല. പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതിനിടയ്ക്ക് നിങ്ങളും കൂടെ തലയിടേണ്ട വരും. അതുകൊണ്ട് വെറുതെ എന്തിനാ ഞാനിവിടെ നിൽക്കുന്നേ? ഞാനിവിടെ നിന്ന് പോയേക്കാം. ബാലേന്ദ്രൻ നല്ല വിഷമമുണ്ട്. ബാലേന്ദ്രൻ പെട്ടെന്ന് അലീനെ അങ്ങോട്ട് കൈ ചേർത്ത് അങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, അതെ ഇപ്പം തൽക്കാലത്തേക്ക് നീ ഒരിടത്തേക്കും പോവണ്ടാന്നോ? അതെ, ഇവിടെ നിൽക്കുക. പിന്നത്തെ കാര്യം പിന്നെ നോക്കാം. എനിക്കറിയാം നിന്റെ മനസ്സിലെ ടെൻഷൻ എന്താന്ന്. രോഹിത് അങ്ങനെ ചെയ്തുകൊണ്ടുള്ള വിഷമമാണോ? ഒരു നിമിഷം അലീനെ ഞെട്ടലോടുകൂടി ബാലേന്ദ്രനെ നോക്കുക. അപ്പം ബാലേന്ദ്രൻ സാറിന് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. ബാലേന്ദ്രൻ ഇപ്പം നോക്കണ്ട, കാര്യങ്ങളൊക്കെ എനിക്ക് സത്യാവസ്ഥയൊക്കെ അറിയാം. അതുകൊണ്ട് നീ എന്നെ ഇങ്ങനെ നോക്കണ്ട. ആ സമയത്ത് അലീന പറഞ്ഞു, അല്ല അത് പിന്നെ ബാലേന്ദ്രൻ സാറേ വേണ്ട, കൂടുതലൊന്നും പറയണ്ട. രോഹിത്തിന് വേണ്ടി ഞാൻ നിന്നോട് സോറി ചോദിക്കുക. അവൻ എന്തേലും അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മോനോട് ക്ഷമിക്കണം. അങ്ങനെ അലീനയോട് സോറി പറഞ്ഞപ്പോൾ അലീന പറഞ്ഞു, സാർ എൻ്റെ മുന്നിൽ സോറി ചോദിക്കുക? അത് ഇത്രയും വലിയ മനുഷ്യൻ എൻ്റെ മുന്നിൽ ഒരിക്കലും സോറി ചോദിക്കാൻ പാടില്ല. സാർ അങ്ങനെ പറയുകയും ചെയ്യരുത്. വേണ്ട അലീന, അലീനയ്ക്ക് നല്ലൊരു ജീവിതം ഉള്ളതാണ്. അത് ഇവിടുത്തെ എൻ്റെ പയ്യൻ കാണും ഒരിക്കലും നശിച്ചു പോകാൻ പാടില്ല. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അതൊക്കെ വിട്ട് കളഞ്ഞ സാറേ, ഒന്നും സംഭവിച്ചില്ലോ, ഭാഗ്യമുണ്ടല്ലോ. അതുകൊണ്ട് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അത് പറഞ്ഞ് ബാലേന്ദ്രനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാലും ബാലേന്ദ്രൻ നെഞ്ചിനകത്തൊരു പിടപ്പായിരുന്നു. അലീനയുടെ വിഷമം ഇത്ര വലിയൊരു മനുഷ്യൻ തൻ്റെ മുന്നിൽ മാപ്പ് പറഞ്ഞില്ല എന്നുള്ളതായിരുന്നു. പിന്നീട് ബാലേന്ദ്രൻ കൂടെ പോയി കഴിഞ്ഞപ്പോൾ അലീന ഇങ്ങനെ ആലോചിച്ചു, രേവതിക്കുട്ടി ഒന്ന് വിളിച്ചാലോ? രേവതിക്കുട്ടിയെ വിളിച്ച് സങ്കടങ്ങളൊക്കെ രേവതിക്കുട്ടിയോട് പറയാം. അങ്ങനെ രേവതിക്കുട്ടി അലീനെ വിളിച്ചു. അലീനെ വിളിച്ചപ്പോൾ രേവതിക്കുട്ടി, എന്താ ചേച്ചി മുറിവൊക്കെ കരിവുണ്ടോ, ഭേദമായോ എന്നൊക്കെ ചോദിക്കുക. ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ച് വേദനയും കാര്യങ്ങളുണ്ട്. അല്ല ചേച്ചി അവർ റെസ്റ്റ് എടുക്കുന്നുണ്ടോ? ഇല്ല, റെസ്റ്റ് എടുക്കുന്നില്ല. റെസ്റ്റ് എടുക്കുന്നുണ്ടോ? ചെറുതായിട്ട് റെസ്റ്റ് എടുക്കുന്നുള്ളൂ. ഒത്തിരി അങ്ങനെ ഇരിക്കാനും കിടക്കാനും പറ്റില്ലല്ലോ. അല്ല അതെന്താ ചേച്ചിക്ക് കുറച്ച് റെസ്റ്റ് എടുത്താൽ എന്താ കുഴപ്പം? അവിടുത്തെ വൈജയന്തി മാഡം ഉണ്ടല്ലോ അവിടെ. മാഡത്തിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്ന നല്ലത്. എനിക്ക് മനസ്സിലായി. ചേച്ചി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ജോലിയും ചേച്ചിയുടെ തലയിലേക്ക് കെട്ടിവെച്ച് കാണുമല്ലേ? അല്ലെങ്കിലും അവരമ്മയാണോ? ഒരു പെറ്റമ്മയും കാണിക്കാത്ത പണിയല്ലേ സ്വന്തം മകളെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നത്. ചേച്ചിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ? അതൊന്നും ശരിയാവുന്ന കാര്യമല്ല രേവതിക്കുട്ടി. ചേച്ചി ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് അടിമകളെ പോലെ കിടന്ന് അത് മാത്രമായിരിക്കും അവസാനം ഉണ്ടായിരിക്കണേ. ചേച്ചി ഉള്ള സത്യാവസ്ഥ അങ്ങോട്ട് തുറന്നു പറ. എനിക്ക് ഇവിടുന്ന് എങ്ങോട്ടേലും പോകണമെന്നുള്ളൂ. ചേച്ചി ഇങ്ങനെ ബീരുവിനെപ്പോഴും ഇറങ്ങി വന്നാൽ എങ്ങനെയാ ശരിയാവണേ? എവിടെ ചെന്നാലും ചേച്ചിക്ക് ചിലപ്പോൾ ഇതൊക്കെ നേരിടേണ്ടതായിട്ട് വരും. ബീരുവിനെ പോലെ? ആര് പറഞ്ഞു ഞാൻ ബീരുവിനെ പോലെയാന്ന്? അല്ല അത് പിന്നെ ചേച്ചി പറയാത്തോണ്ട് വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, ചേച്ചി വിഷമിക്കണ്ട. ചേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞത്. ചേച്ചി എന്തിനാ വിഷമിക്കണേ? ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. ചേച്ചി ഉള്ള സത്യാവസ്ഥ പറ. അല്ല അവരുണ്ടല്ലോ ആ വൈജയന്തി എന്ന് പറയുന്ന ചേച്ചി അമ്മ, അവർ കാരണമാണ് ചേച്ചിക്ക് ഇപ്പം ഈ അവസ്ഥ ഉണ്ടാകുന്ന. ചേച്ചി അങ്ങോട്ട് പറ, തുറന്നു പറ. 10-22 വർഷക്കാലം മുമ്പ്
പ്രസവിച്ച് തെരുവിൽ എറിഞ്ഞിട്ട് പോകുന്നതല്ലേ എന്നെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തുറന്നു പറ. അമ്മ മോളെ തിരിച്ചറിയട്ടെ. അല്ല എന്തിനു വേണ്ടി ചേച്ചി ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് പിന്നെ മോളെ എൻ്റെ അമ്മ മാത്രമല്ല ഇവിടെ ഉള്ളത്, വേറെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർക്കും വിഷമാവുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് തലമുണ്ടാക്കണ്ടേ? അതുകൊണ്ട് ഞാൻ എന്തായാലും തൽക്കാലത്തേക്കൊന്നും പറയാൻ പോകുന്നില്ല. എങ്ങോട്ടേലും ഇറങ്ങി പോയാലോന്ന് ആലോചിക്കുക. ഇത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പോയാലോ? ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ചേച്ചി വിട്ടുകൊടുക്കരുത്. ഈ പറയുന്ന വൈജയന്തി മാഡത്തിന്റെ മോളാണ് താനെന്നും പറഞ്ഞുകൊണ്ട് ഉറച്ചവിടെ നിൽക്കണം. അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കട്ടെ. ചേച്ചിക്ക് ധൈര്യമില്ല അതിനുള്ള. വേണ്ട മോളെ, അതൊന്നും പറഞ്ഞാലും ചെയ്താലും ശരിയാവത്തില്ല. കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ട് അലിൻ്റെ കോള് കട്ട് ചെയ്യുന്നേ. അതിനുശേഷം ബാലേന്ദ്രൻ എന്ത് ചെയ്യുവാണ്? മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് പോയി കോൾ റെക്കോർഡിങ് തൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുക. അതിനുശേഷം ആ കോൾ റെക്കോർഡിങ്ങുകൾ കേൾക്കുകയാണ്. അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 10-22 വർഷക്കാലം മുമ്പ് ചേച്ചി ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞാലേ. അത് എന്നിട്ട് ചേച്ചിയുടെ അമ്മയ്ക്ക് ഇപ്പോഴും ഒരു പശ്ചാത്താപം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ബാലേന്ദ്രൻ അത് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്, ഇങ്ങനെ ഒരു ടെസ്റ്റ്. ബാലേന്ദ്രൻ വല്ലാത്തൊരു വിഷമം. എന്ത് ചെയ്യണമെന്ന്, എന്തെങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. എന്നാലും വൈജയന്തി തന്നോട് ഇത്രമാത്രം കടന്നു കഴിയാനുള്ള ചെയ്ത് കൂട്ടിയത്. താൻ അവളോട് ഇതിന് മാത്രം എന്ത് ദ്രോഹം ചെയ്തു? ഇപ്പോഴും അലീനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നേ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നാളെ ബാക്കി എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പം അലീനെ മിക്കവാറും ഇവിടെ നിന്നിട്ട് നിർത്തി പൊഴിക്കാൻ ചാൻസ് ഉണ്ട് വൈജയന്തി. അതൊരിക്കലും പാടില്ല. ആ സമയം അലീന പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ബാലേന്ദ്രൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ അലീന അവിടെ നിൽക്കുന്നുണ്ടോ. ഈ സമയത്ത് ബാലേന്ദ്രനാണ് വല്ലാത്തൊരവസ്ഥയെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബാലേന്ദ്രൻ അവിടെ കസാരയൊക്കെ തൊഴിച്ചൊരു ഒറ്റ എറിയുവാണ്. അലീന ഒരു നിമിഷം ചെട്ടിപ്പോയി. ബാലേന്ദ്രൻ പിന്നെ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാ. ബാലേന്ദ്രന് സഹിക്കാൻ പറ്റിയില്ല താൻ കേട്ട കാര്യങ്ങളൊക്കെ. ദൈവമേ, വൈജയന്തിയുടെ മോളാണ് അലീന. എന്നിട്ട് അവൾ തൻ്റെ മുന്നിൽ ഇത്രയും വലിയ അഭിനയം കാഴ്ചവെക്കുന്ന വൈജയന്തി ഒന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരുന്നു. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ. ആരോട് പറയണം തൻ്റെ ഈ വിഷമം? കാരണം നിസ്സാര കാര്യമല്ല, പുറത്തിറങ്ങാൻ നാണക്കേടും കൂടെ. അപ്പം ഇങ്ങനെ ഒരു സംഭവം അത് ചിന്തിക്കാൻ പറ്റാതെ വല്ലാത്തൊരവസ്ഥയെ ബാലേന്ദ്രൻ പെട്ടുപോവുക. ഉറക്കം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബാലേന്ദ്രൻ റിലേ തന്നെ പോയി. ആ സമയത്ത് രേവതിക്കുട്ടി മാമച്ചനും ഗ്രേസമ്മയും കൂടെ പുനലൂർക്ക് പോകാൻ തുടങ്ങുക. ഷെറിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടണം. ഷെറിന് കല്യാണം കഴിച്ചോ? അതിപ്പോൾ കല്യാണം കഴിച്ചില്ലേ? എന്തെന്നാളൊരു കുഞ്ഞുണ്ടല്ലോ, ജിജോടെ കുഞ്ഞുണ്ട്. അപ്പോൾ ആ കുഞ്ഞിനെ എന്ത് ചെയ്തു? അതിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞോ? അതോ ഇപ്പോൾ ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടോയെന്നും അറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ചും കൂടെ അന്വേഷിക്കാനായിട്ടാണ് അവർ 3 പേരും കൂടെ പോകുന്നത്. നല്ല പ്രതീക്ഷയോട് കൂടി പോകുന്നത്. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ ഒരു പരിധിക്ക് പുറത്താന്നാ പറയണേ. അപ്പോൾ ഇത്രയും വർഷക്കാലം ആയതുകൊണ്ട് ചിലപ്പോൾ അവർ സിമ്മ് മാറ്റി കാണുമായിരിക്കും എന്നാ ഇവരൊക്കെ ഓർക്കുന്നേ. രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസമ്മയും ഒക്കെ ഓർക്കണം തന്നെ. അങ്ങനെ അവരെങ്ങോട്ടേക്ക് പോവാം. ഇനി ചെന്നേയും പറയാൻ ഷെറിനെ കാണാൻ പറ്റുമോ? ആ കുഞ്ഞിൻ്റെ കാര്യം ചോദിക്കുമ്പോഴത്തേനും അവൾ എങ്ങനെയായിരിക്കും അവളുടെ പ്രതികരണമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു.